പ്രൈസ് ലോർഡ്. നമുക്കിന്ന് 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ആദ്യം വായിക്കാം. ടു ആഡം ഹി സെഡ്, ബിക്കോസ് യു ഒബേഡ് യുവർ വൈഫ് ആൻഡ് എയ്റ്റ് ഫ്രം ദ ട്രീ apart which I command you, you must not eat from it. The ground is cursed because of you. In painful toil you will eat of it all the days of your life. It will produce thorn and thistles to you. Okay? But you will eat the grain of the field. By the sweat of your brow you will eat food until you return to the ground. For out of it you will taken, and you are dust. നമ്മൾ മുമ്പ് വായിച്ച dust, and dust you will return. Okay? And dust you will return. നീ മണ്ണാകുന്നു, മണ്ണിലോട്ട് നീ പാപിയായി എന്തോ നഗ്നരായിത്തീർന്നു. ആ നഗ്നതയിലോട്ട് തന്നെ നീ പോവും. മനസ്സിലായി? പാപത്തിലേക്ക് തന്നെ ജീവിക്കും. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ഒരു ഉയർപ്പിൻ്റെ ഒരു ഉയർപ്പിൻ്റെ അവസ്ഥയുണ്ട്. ഓക്കെ, മറക്കല്ല. നമുക്ക് മലയാളത്തിലും വായിക്കാം. ആദാമിനോട് കൽപ്പിച്ചത്, നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിൻ്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലം മുഴുവൻ നീ കഷ്ടതയോടെ അതിൽ നിന്ന് ഉപജീവനം കഴിക്കും. മുള്ളും പറക്കാരയും അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യങ്ങൾ നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരും വരെ മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തെ പേഴ്സണൽ അല്ല, നമുക്ക് ആദ്യം തൊട്ട് ഇത് തുടങ്ങാം. ഓക്കെ, മനുഷ്യനെ പറ്റി പറയുന്നത്, നീ എന്നെക്കാട്ട് ഉപരിയായി നീ ഭാര്യയുടെ വാക്ക് കേട്ടതുകൊണ്ട്, ഭാര്യയെക്കാട്ടി ഉപരിയായി വെൻ ഇറ്റ് കംസ് ടു ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം വരുമ്പം പല സമയത്തും ഭാര്യമാർ ഇൻ്റർഫിയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളിലൊരു പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ചോദിക്കണം, ഷുഡ് ഐ ഡു ഇറ്റ്? ഓക്കെ, ഓഫ്റ്റൻ ടൈംസ് ഭാര്യമാർ ഇത് വരും, ഇൻ്റർഫിയർ ചെയ്ത് വരും. ഇവിടെ ലിസൺ ചെയ്യണോ വേണ്ട നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യവും വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ കേട്ടിട്ടില്ല. കാരണം എനിക്കൊരു എനിക്ക് നാട്ടിൽ പോയി ബൈബിൾ സ്കൂൾ പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ബൈബിൾ സ്കൂൾ പഠിക്കാൻ വേണ്ടി എനിക്കന്ന് മക്കളൊക്കെ ഉണ്ടായ സമയമായിരുന്നു. രണ്ടാമത്തെ മോളെ ഗർഭിണിയായിരിക്കുമ്പോഴായിരുന്നു ഞാൻ പോയത്. അപ്പം പോയപ്പം ഞാൻ ആരുടെയും വാക്ക് കേട്ടില്ല, പപ്പായുടെയും ആരുടെയും വാക്ക് കേൾക്കാതെ ഞാൻ സ്വന്തം ഇഷ്ടപ്പെടുന്നത് ദൈവത്തോട് ചോദിച്ച് അരുളപ്പാട് വാങ്ങിച്ച് മേക്ക് ഷുവർ ചെയ്തിട്ടാണ് പോയി കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പം ദൈവം എന്നോട് പറഞ്ഞു. ആ സമയത്തൊക്കെ എനിക്ക് വലിയ ഇതൊന്നുമില്ലായിരുന്നു, വലിയ അറിവും ഒന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് അവിടെ ഒരു രാജമാമ എന്ന് പറഞ്ഞ ഒരു അമ്മാമ്മയുണ്ട്. അമ്മാമ്മ പറയും, നീ യാമങ്ങളിൽ എണ്ണീറ്റ് ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. എനിക്ക് ആ സ്വഭാവമൊന്നുമില്ല, അന്ന് അറിയത്തില്ലായിരുന്നു യാമങ്ങൾ ഈ പക്ഷെങ്കിൽ ഞാൻ അന്ന് അവിടെ നിന്ന് അമ്മാമ്മ പറഞ്ഞപ്പോൾ ഞാനന്ന് മനസ്സിരുന്ന് തീരുമാനിച്ചു. പക്ഷെ അന്ന് വൈകിട്ട് തൊട്ട് 2 മണി സമയമാകുമ്പോൾ ദൈവം എന്നെ എണ്ണിപ്പിക്കും. എവറി ഡേ എണ്ണിപ്പിക്കും. എവറി ഡേ ഓട്ടോമാറ്റിക് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ എണ്ണീറ്റിരുന്ന് അധികമൊന്നുമില്ല, കുറച്ച് സമയം പ്രാർത്ഥിച്ച് അതിൽ ഒരു വിഷയമാണ്, ദൈവമേ ഞാൻ എല്ലാം വിട്ടിട്ടാണ് വന്നത്. ഇഷ്ടംപോലെ സ്റ്റോറികൾ ആൾക്കാർ അടിച്ചിറക്കും, കഥകൾ അടിച്ചിറക്കും. അപ്പം ഞാൻ എന്ത് വേണം എന്നുള്ളതിന് എങ്കിലും ആരൊക്കെയോ ഏതോ സ്റ്റോറി അടിച്ചിറക്കി എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. മനസ്സിലായി? അപ്പം ദൈവം പറഞ്ഞു തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോയി വീട് കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ട് വീണ്ടും പഠിക്കണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആ സമയങ്ങളിലൊക്കെ എന്നോട് ആൾക്കാർ പറഞ്ഞു, നോ പറഞ്ഞു. ഞാൻ ആരുടെയും കാരണം എനിക്ക് ഷുവറായിരുന്നു ആ ദൈവം
എന്നോട് സംസാരിച്ചു എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് പിൽക്കാലത്തും എനിക്ക് പല പ്രാവശ്യങ്ങളും, അത് കഴിഞ്ഞ് ശ്രദ്ധിക്കാതെ വന്ന സമയങ്ങളിലും ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചു. കാരണം ഇതേപോലെ ഇനിയും സ്റ്റോറികളും കഥകളും ഒന്നും അടിച്ചിറക്കില്ലെന്ന് വിചാരിച്ച ആൾക്കാരോട് ചോദിച്ച സമയങ്ങളിൽ, പലരുടെയും വാക്ക് കേട്ട സമയങ്ങളും ദൈവം എന്നോട് സംസാരിക്കാതെ കുറേ നാളായിരുന്നു. ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തോട് ക്ഷമയൊക്കെ ചോദിച്ച് എല്ലാം ചെയ്ത് പിന്നെ വീണ്ടും സംസാരിക്കും. ഈ സംസാരിക്കുന്നത് പല ആൾക്കാരും പല രീതിയിലാണ് പറയുന്നത്. ആരണ്ടൊക്കെയോ ഇത് ദൈവത്തിൻ്റെ സൗണ്ടാന്ന് പറഞ്ഞ് ഫേക്കായിട്ട് സൗണ്ട് ചെയ്ത് കേൾപ്പിച്ചെന്നൊക്കെ അങ്ങനെ ഒത്തിരി. ഇത് ദൈവം സംസാരിച്ചു എന്ന് എന്തോ നമ്മുടെ ഹൃദയത്തിൽ അത് തോന്നും. അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് ദൈവത്തോട് പ്രാർത്ഥിക്കരുത്, പരിശുദ്ധാത്മാവിനാൽ ഒന്ന് പ്രാർത്ഥിക്കരുത്. അപ്പം നിങ്ങൾക്ക് ആ സംസാരം കിട്ടും. ദൈവം നിങ്ങളോട് സംസാരിക്കും, ഉറപ്പായിട്ട് സംസാരിക്കും. ഞാൻ പറയില്ലേ, ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് എന്നെ 2 മണിയാകുമ്പോൾ എവറി ഡേ നാട്ടിൽ വെച്ച് എന്നെ ഉണർത്തും. ആ അമ്മാമ്മ പറഞ്ഞ് വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ്. അന്ന് മുതൽ എവറി ഡേ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞും ഒത്തിരി ഇപ്പോഴും എനിക്ക് ചില സമയങ്ങളിലൊക്കെ, എല്ലാ സമയങ്ങളിലും പറ്റത്തില്ല. കാരണം ഞാൻ 1 മണി വരെയൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സമയങ്ങളിൽ എന്നെ ചില സമയങ്ങളൊക്കെ 4 മണിയാകുമ്പോഴായിരിക്കും. ഒരു ദിവസം പ്രാർത്ഥിക്കാതെ കിടന്നപ്പം അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ അനുഭവം എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നറിയില്ല. നമ്മുടെ ഹൃദയത്തിൽ അത് ഫീൽ ചെയ്യും. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അകത്തിരുന്ന് ഒരാൾ സംസാരിക്കുന്ന പോലും നമുക്ക് തോന്നും. പക്ഷേ 2 സംസാരങ്ങളുണ്ട്. ഒന്ന് നമ്മളെ നിർബന്ധിപ്പിക്കും, അത് ദൈവാത്മാവല്ല, പുറകിൽ നിന്ന് വേറെ ഒരാൾ സൈലൻ്റായിട്ട് നമ്മളോട് പറയും. നിർബന്ധിക്കുന്ന ടെംപ്റ്റേഷൻ വരുന്നത് മനസ്സിലായി. അത് നമ്മുടെ ജഡം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളത്. അതിനെ ശ്രദ്ധിക്കരുത്. അതിൻ്റെ പുറകിൽ നിന്ന് ഒരാൾ പതുക്കെ പറയുന്നുണ്ടായിരിക്കും. 2 സൗണ്ട് നമുക്ക് 2 ഇത് കേൾക്കും. ഞാൻ അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ അതേപോലൊക്കെ പല ചില കാര്യങ്ങളിൽ, മിക്കവാറും കാര്യങ്ങളിൽ ഞങ്ങൾ വീട്ടിലൊരു കാര്യം സംസാരിച്ച് ഡിസിഷൻ എടുക്കുമ്പോൾ എല്ലാവരോടും ചോദിച്ചു. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മീ ആൻഡ് ഗാഡ്, ഞാൻ മറ്റാരുടെയും വാക്കുകൾ കേൾക്കാതെ, ആലോചന ചോദിക്കാൻ പോകാതെ ഞാൻ തന്നെ ഇപ്പം എന്നോട് ഒരു പ്രാവശ്യം കഴിഞ്ഞിടയ്ക്ക് 2 പ്രാവശ്യം 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. ഞാൻ അതെന്തോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രയാസം തോന്നും, അതുകൊണ്ട് പറയുന്നില്ല. ആ 2 കാര്യങ്ങളും ഞാൻ ഇന്നും അതനുസരിച്ച് പോകുന്നുണ്ട്. എനിക്കറിയാം, എനിക്ക് ഷ്യൂറാണ് അത് എന്നോട് സംസാരിച്ചു, എന്നോട് വ്യക്തിപരമായി സംസാരിച്ചു. എന്നോട് സംസാരിച്ചാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാനത് ആ 2 കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നുള്ളൂ, നമുക്ക് ആ സംസാരിക്കുന്നത് അനുഭവിച്ചറിയാൻ പറ്റും. അത് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ചില സമയത്ത് ഓഫ്റ്റൻ നമുക്ക് ശത്രുത വരും. അങ്ങനെ വെച്ചാൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഭാവി എങ്ങനെ ആയിത്തീരും, നമ്മുടെ സ്റ്റാറ്റസ് എങ്ങനെ ആയിത്തീരും, മറ്റുള്ളവരൊരു കളിയാക്കത്തില്ലേ, നമുക്ക് പെമ്മക്കളില്ലേ, അല്ലെങ്കിൽ നമ്മുടെ മക്കളില്ലേ, അങ്ങനെയില്ലേ എന്നൊക്കെ പല മനസ്സിലായി ഇത് കൊണ്ടുവന്ന് നമ്മുടെ ഭാര്യജനമായ അവർ കൊണ്ടിടും. ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അതിനെ എല്ലാത്തിനെയും മാറ്റി, മനസ്സിലായി, ആരൊക്കെ എന്തൊക്കെ സ്റ്റോറി അടിച്ച് ഉണ്ടാക്കിയാലും അതൊന്നും നിങ്ങൾക്ക് വരത്തില്ല, ഏശത്തില്ല, ഒന്നും ചെയ്യത്തില്ല. എൻ്റെ ജീവിതത്തിൽ പലരും പല സ്റ്റോറി അടിച്ചിറക്കിയിട്ടുണ്ട്, മനസ്സിലായോ. അപ്പം നമുക്ക് ഉറപ്പുള്ള കാലത്തോളം, നമുക്ക് ഇതുള്ള കാലത്തോളം നമ്മളെ പ്രേരിപ്പിച്ചില്ല. അത് നമ്മുടെ ആ ദൗത്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുന്ന ശത്രുവിൻ്റെ ഓരോ അത് ചിലപ്പം നമ്മുടെ ഭാര്യമാരിൽ കൂടെ ആയിരിക്കും, അല്ലെ പലരിൽ കൂടെ ആയിരിക്കും അത് വരും. നമ്മളെ സ്നേഹിക്കുന്ന പലരിൽ കൂടെ ആയിരിക്കും വരുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദൈവത്തോട് ചോദിച്ച് അഷ്വറിറ്റി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുവാണ്, മറ്റാരോടും ചോദിക്കാൻ പോകരുത്, അതെടുത്ത് പൊക്കോണം, മനസ്സിലായി. അതിന് പറയാൻ കാര്യം ഒത്തിരിയുണ്ട്. പൗലോസ് അപ്പോസ്തലനോട് ദൈവം കൊടുത്തത് അഗബോസ് പല പ്രവചനത്തിൽ ഡെമോൺസ്ട്രേറ്റ് വരെ കാണിച്ചു. പൗലോസ് നോ, ഐ വാസ് ബോൺ ടു സഫർ. ഇനി പോയി, മനസ്സിലായി. പലരും പല രീതിയിലും പലതും ചില ഈവൻ ഒറിജിനാലിറ്റി ആയ റിയലായിട്ട് വന്നാൽ പോലും, ഇഫ് ഗാഡ് ടോൾഡ് യു സ്പീക്ക് ടു യു സംതിങ്,
അത് നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും ആ ദൈവത്തിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ ഹൂ ഡു യു നീഡ്? ദൈവത്തെക്കാട്ടി വലിയ സപ്പോർട്ട് നിങ്ങൾക്ക് ആർക്കാ വേണ്ടി? മനസ്സിലായോ? നിങ്ങളുടെ മക്കൾക്ക് പലതൊക്കെ വരുമെന്നൊക്കെ പറയും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥനയോട് ധൈര്യത്തോടെ ഇരുന്നാൽ മതി, അതെല്ലാം പൊക്കോളും. മനസ്സിലായോ? എൻ്റെ ജീവിതത്തിലും പല പ്രാവശ്യങ്ങളും ഇതേപോലെ എന്നെ പിന്തിരിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തോ അങ്ങനെ പലരുടെ വാക്കുകളൊക്കെ കേട്ട് പിന്തിരിഞ്ഞ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ നാൾ ഞാൻ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു കാര്യം പറഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി ദൈവനോട് പറഞ്ഞു. ഞാനത് ആരോടും ചോദിക്കാതെ ഇറങ്ങി പുറപ്പെട്ടു, ചെയ്തു. അന്നേരം ഇതേപോൾക്ക് ഒരു സ്റ്റോറി അടിച്ചിറക്കി ഞാൻ തിരിച്ചു വരേണ്ടി വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാനൊരു യോഗത്തിനിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ആയിരുന്നു. ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അന്നേരം ഒന്ന് പേടിച്ചു പോയി. എന്തോ? എന്നിട്ട് പറഞ്ഞു, നീ ഇന്ന കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടതല്ലേ, എന്തിനാണ് നീ തിരിച്ചു വന്നേ? അന്ന് തിരിച്ചു വരരുതായിരുന്നു, അത് ശത്രുവിൻ്റെ ഇതായിരുന്നു. നീ ഇനിയും ദൈവം ഇതേപോലെ നിന്നെ വിളിക്കും, അങ്ങനെ പോകരുതെന്ന് അന്ന് അവിടെ നിന്ന് പറയും. ഞാനന്ന് അന്ന് ജീവിതത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നോട് ഒരാളുടെ വിളി കേട്ട് ചുമ്മാ പോയ ഒരു യോഗത്തിന്, എനിക്ക് ആ വീട്ടുകാരെ അറിയത്തില്ല, ആരെ അറിയത്തില്ല, ഒരു ഫ്രണ്ട്സിൻ്റെ വിളി കേട്ട് അവിടെ പോയത്. ആ പ്രവാചകി എന്നോട്, പ്രവാചികയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ആ ഒരു ആൻറ്റി എന്നോട് ആ ഒരു പ്രവചനവാക്ക് എൻ്റെ നേരെ പറഞ്ഞു, നീ ആരുടെയും വാക്ക് കേൾക്കേണ്ടതല്ലായിരുന്നു എന്നുള്ളത്. അതെൻ്റെ ഭാര്യയെ ഉൾപ്പെടുത്തി നിന്നുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ അങ്ങനത്തെ വെൻ ഇറ്റ് കംസ് ടു യു, ബിറ്റ്വീൻ യു ആൻഡ് ഗാഡ്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ സ്ത്രീയെ കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോഴല്ലാതെ സ്ത്രീയെ വിട്ട് പിരിഞ്ഞ് ഇരിക്കരുത്. മനസ്സിലായി? വെൻ ഇറ്റ് കംസ് ടു യു ആൻഡ് ഗാഡ് ഇസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. അല്ലാത്തപ്പോൾ എപ്പോഴും നിങ്ങൾ സ്ത്രീയോടുകൂടെ കാണുക. ഓക്കെ? അല്ല, സ്ത്രീയുടെ വാക്ക് കേൾക്കണ്ട എന്നല്ല പറയും. വെൻ ഇറ്റ് കംസ് ടു ബിറ്റ്വീൻ യു ആൻഡ് ഗാഡ്, യുവർ പ്രയോറിറ്റി ഷുഡ് ബി ഗാഡ്. ഓക്കെ? അത് എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ അനുഭവം എല്ലാം കൂടെ വെച്ചാണ് നിങ്ങൾ പറയേണ്ടത്. മനസ്സിലായോ? അതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും നിങ്ങൾ ദൈവം ടേക്ക് കെയർ ചെയ്തോളൂ. ഓക്കെ? എനിക്ക് ചിലത് ഞാൻ കേട്ടു, ചിലത് കേൾക്കാതെ പോയി. അബദ്ധം പറ്റിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്രവാചകി നമ്മളോട് പറഞ്ഞു, യു ഷുഡ് ഹാവ് ഡൺ ദാറ്റ്. ആ വാക്ക് കേൾക്കേണ്ടിയായിരുന്നു, തിരിച്ചു വരരുതായിരുന്നു, തിരിച്ച് പോകലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ? അത് കഴിഞ്ഞ് ആദാമിൻ്റെ അതുകൊണ്ട് ആദാമിനെ സ്ത്രീയെ വന്നപ്പോൾ സ്ത്രീയുടെ വേദനയാണ്, സ്ത്രീയല്ല പറഞ്ഞ സ്ത്രീക്ക് വേദന ആണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ ആദാമിൻ്റെ കാര്യം പറഞ്ഞപ്പം ആദാമിനെ അല്ല വെച്ച് ഭൂമിയാണ്, ആദാമിൻ്റെ ആ ഭൂമിയാണ് ശപിച്ചത്. മനസ്സിലായി? അന്നു മുതൽ എന്തോ നീ ജീവിക്കുന്ന നാൾ വരെ നീ കഷ്ടതയിൽ കൂടെ ഇതിൽ കൂടെ കടന്നുപോയി ആഹാരം കഴിക്കും. മനസ്സിലായി? ബിക്കോസ് ഓഫ് യു ഗ്രൗണ്ട് ഇസ് കഴ്സ്ഡ് ആൻഡ് പെയിൻഫുൾ വിൽ ബി യുവർ ടോയിൽ. കഷ്ടതയിൽ കൂടെ കഷ്ടപ്പെട്ട് അതിന് 18, 19 എൻ്റെ ദൈവമേ, എനിക്കിതിൻ്റെ അകത്തെ ആ ഹിഡൻ മീനിങ് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആ സാറ് പഠിപ്പിച്ച ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിൽ മൗൺസ് ആണെന്ന് തോന്നുന്നു. ബിൽ മൗൺസ് എന്ന് പറഞ്ഞാൽ ദേവദാസനെന്ന് തോന്നുന്നു പഠിപ്പിച്ചു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ കരഞ്ഞുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ കരഞ്ഞുപോയി. ഞാനത് കഴിഞ്ഞ് ആ സൺഡേ കത്തർമേശയ്ക്ക് വന്നിരുന്നേ ജോണിക്കുട്ടി പാഷ, ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചിലെ പാഷ ജോണിക്കുട്ടി പാഷ പാടിയ പാട്ട്, ആ ഒരു പാട്ട് എൻ്റെ വായിൽ ഉണ്ട്, പക്ഷെ മറന്നു. ആ പാട്ട് ഞാൻ അന്നേരം അവിടെ തകർന്ന് കരഞ്ഞു പോയെന്ന് കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ രീതിയിൽ കരഞ്ഞു പോയി. ഇതിൻ്റെ അകത്ത് ഹിഡൻ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോൺസ് ആൻഡ് ട്രസൽസ്. മനസ്സിലായി? മുള്ളും പറക്കാരെയും, ആ മുള്ളും പറക്കാരെയും ചുറ്റിയാണ് യേശു ക്രിസ്തുവിൻ്റെ തലയിൽ മുൾമുടിയായിട്ട് നമുക്ക് വേണ്ടി വെച്ചത്. സത്യമല്ലേ? അതേപോലെ യു വിൽ ബി ഈറ്റൻ ദ ഗ്രെയിൻ ഓഫ് ദ ഫീൽഡ്. നിലത്തെ നല്ല
ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. നമ്മുടെ യേശുപ്പച്ചൻ നല്ല മണിയായി വീണു. മനസ്സിലായോ? വീണു, നമുക്ക് വേണ്ടി നിലത്ത് വീണു. 1000 എത്ര പേരാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് അല്ലേ? അതേപോലെ അത് കഴിഞ്ഞ് ബൈ ദ സ്വെറ്റ് ഓഫ് യുവർ ബ്രാ യു വിൽ ഈറ്റ്. ഗതസമനയിൽ ചോരത്തുള്ളികൾ പോലെ ആ വേർപ്പ് ധാരധാരയായി ആ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എക്സാക്ട്ലി ഇവിടെ പറഞ്ഞിട്ടില്ലേ? ആൻഡ് യു വിൽ റിട്ടേൺ ടു ദ ഗ്രൗണ്ട്. എവിടുന്ന് എടുത്തോ? നമ്മുടെ പാപത്തിന് വേണ്ടി നമുക്ക് വേണ്ടി മരിച്ചു. പക്ഷേ മരിച്ചു അവിടെ കൊണ്ട് തീർന്നില്ല. ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി പക്ഷെ ഇന്നും ജീവിച്ചിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. സത്യമല്ലേ? 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 അയ്യോ, ഇത് ഞാൻ കേട്ടപ്പോൾ എപ്പോൾ വായിക്കുമ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞു. അത്രയിലെ ഒരു വാക്യമാണ് ഇത്. നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ, യേശുപ്പച്ചൻ അനുഭവിച്ച കഷ്ടപ്പാടുകളാണ് ആ 18ഉം 19 വാക്യത്തിൽ നമുക്ക് വേണ്ടി എഴുതി കാണിച്ചു വച്ചിരിക്കുന്നത്. മനസ്സിലായി? Thorns and thistles for you, and you will eat grain of the field by the sweat of your brow. You will eat food until you return to the ground. ഒരു ഇന്ന് വരെ യേശു ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ടില്ലെങ്കിൽ മരിച്ചു പോയാലും കുഴപ്പമില്ല. ഒരു പ്രത്യാശ നമുക്കുണ്ട്. നമ്മുടെ പ്രത്യാശ ഹോപ്പ് ഇവിടെ കൊണ്ട് തീരുന്നതല്ല. നമുക്കൊരു വേറെ ഒരു പ്രത്യാശ ഉണ്ടല്ലേ? അപ്പം ആ ഒരു പ്രത്യാശയ്ക്കായി സ്തോത്രം, 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 സ്തോത്രം. അപ്പം അതാണ് ഇവിടെ കൂടെ പറയുന്നത്. അപ്പം ഈ പുരുഷനോടുള്ളത് നമ്മൾ കേട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെക്കാട്ടി ഉപരിയായി നീ എൻ്റെ വാക്കിനെക്കാട്ടി ഉപരിയായി, എൻ്റെ കമാൻഡ്മെൻറ്റിനെ ഉപരിയായി നീ ഭാര്യയുടെ വാക്ക് കേട്ടതിനുകൊണ്ട് ഡു യു വാണ്ട് ടു മേക്ക് ദ സെയിം മിസ്റ്റേക്ക്? മുമ്പേ സ്ത്രീകളോട് ചോദിച്ച പോലെ തന്നെ ഡു യു വാണ്ട് മേക്ക് ദ സെയിം മിസ്റ്റേക്ക് ദാറ്റ് ആഡം മെയ്ഡ്? ഭാര്യയുടെ വാക്ക് കേട്ട് ദൈവത്തെക്കാട്ടി ഉപരി മറ്റുള്ളത് ചിന്തിച്ച് ചുറ്റുമുള്ള സറൗണ്ടിങ്, പത്രോസിനെ പോലെ ചുറ്റുമുള്ള സറൗണ്ടിങ് ശ്രദ്ധിച്ച് മുങ്ങിപ്പോണോ? അതോ ഡു യു വാണ്ട് ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്? എന്തു വന്നാലും നമുക്കൊരു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരുന്നാലും നമ്മുടെ കൂടെ ഉറപ്പം നമ്മളെന്തിനാ പിന്നെ പേടിക്കുന്നേ? ആ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങുക. മനസ്സിലായോ? അത് അന്നും പറഞ്ഞ് ഭാര്യയുടെ ഒരു വാക്കും കേൾക്കാതിരിക്കണം എന്നല്ല പറഞ്ഞു. വെൻ ഇറ്റ് കംസ് ടു ബിറ്റ്വീൻ യു ആൻഡ് ഗാഡ്, യു ഷുഡ് ലിസൺ ടു ഗാഡ്സ് വേർഡ്. അനന്യാസും സഫീറിനെ പോലെ ആകരുത്. ഓക്കെ? അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അത് കഴിഞ്ഞ് പിന്നെ 18ഉം 19 ആ വാക്യം അറിയാലോ, ഓർമ്മയുണ്ടല്ലോ. ത്രോൺസ് ആൻഡ് ത്രിസിൽസ്. മനസ്സിലായോ? അതേപോലത്തെ ഗ്രെയിൻ, നിലത്ത് നല്ല വിത്ത് പോലെ, അതേപോലത്തെ വിയർപ്പ് തുള്ളികൾ ഒലിച്ചു വരുന്നത്, മണ്ണോട് മണ്ണ് ചേർന്നു. പക്ഷെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് അവിടെ കൊണ്ട് എൻ്റെ പല ആൾക്കാരുടെയും ജീവിതം മരണത്താൽ എൻഡ് ചെയ്യുന്നു. പല ഹിസ്റ്റോറിയൻസുമാരും പല മിത്തിക്കൽ ഫിഗറിൻ്റെ കാര്യം മരണത്തോടുകൂടി അവരുടെ കഥ കഴിഞ്ഞു. പക്ഷേ നമ്മൾ മരണത്തോട് വീണ്ടെടുക്കപ്പെട്ട യേശുപ്പച്ചൻ നമുക്കുള്ളതിനാൽ വേറൊരു വീണ്ടെടുപ്പ് നമുക്കുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കരെ എൻകറേജ് ചെയ്യുന്ന പോലെ തന്നെ ഓക്കെ, നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. മരണം കൊണ്ടെല്ലാം തീരുന്നില്ല. ഓക്കെ, ദർസ് അനദർ ലൈഫ്. സോ ഈ ലൈഫിൽ ശ്രദ്ധയോടെ ജീവിക്കാം, മറ്റേ ലൈഫിൽ ചെന്ന് ചേരാൻ വേണ്ടി. ഈ ലൈഫിൽ കെയർലെസ്സായിട്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് തീരും. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഇതുവരെയായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, സ്വന്തം സ്വീകരിക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ജസ്റ്റ് വിശ്വസിച്ചാൽ പോരാ, ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവം, ഒരു വീണ്ടുജനനത്തിൻ്റെ അനുഭവം ഉറപ്പാക്കിയതിന് ശേഷം വേണം സ്നാനപ്പെടാൻ. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ നമുക്ക് ജീവിക്കാം. ഇതുകൊണ്ട് ഞാൻ അവസാനിക്കും. നമുക്ക് ദൈവീയ സഭ ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക്
ആദമപ്പച്ചൻ്റെ കഥ കേഴ്സിനെ പറ്റി ഞങ്ങൾക്ക് വായിക്കാണ്ടായല്ലോ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ദൈവമേ അപ്പച്ചൻ്റെ വാക്ക് കേൾക്കേണ്ടതായിരുന്നു, പക്ഷേ കേട്ടില്ല. ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങൾ അവസരമായിപ്പോയി. എങ്കിലും ഞങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് തന്നിരിക്കുന്നു. ദൈവമേ, ആ സെക്കൻഡ് ചാൻസിൽ ഞങ്ങൾ സെയിം മിസ്റ്റേക്ക് മേക്ക് ചെയ്യാതെ ഞങ്ങൾ ദൈവമേ അപ്പച്ചൻ്റെ വാക്ക് കേട്ട് അപ്പച്ചൻ്റെ ഹൃദയപ്രകാരം ജീവിപ്പാനും അപ്പച്ചൻ്റെ ആലോചനപ്രകാരം നടക്കണം, അപ്പച്ചൻ്റെ വഴികൾ നടക്കണം, അപ്പച്ചൻ്റെ കൽപ്പന പ്രകാരം അനുസരിച്ച് ദൈവമേ ജീവിപ്പാടാക്കണമേ. ദൈവമേ, യേശു അപ്പച്ചൻ്റെ കഷ്ടാനുഭവത്തോടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വരച്ച് കാട്ടി തന്നിട്ടുണ്ടല്ലോ. 18ഉം 19 വാക്യം. ദൈവമേ, ആ കടന്നുപോയ അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഒരു വീണ്ടെടുപ്പിൻ്റെ അവസ്ഥയുണ്ട്. ദൈവമേ, കേഴ്സ് എവിടം കൊണ്ട് ഈ ലോകത്ത് കൊണ്ട് തീരുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു കേഴ്സില്ലാത്ത, പാപമില്ലാത്ത, ശാപമില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് വേറെ വെച്ചിട്ടുണ്ടല്ലോ. ആ ജീവിതത്തിന് ദൈവത്തോടുകൂടിയുള്ള ജീവിതം, ആ ജീവിതത്തിനുള്ള പ്രത്യാശയോടുകൂടി ഞങ്ങൾക്ക് ഓരോ ദിവസവും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങളും അപ്പച്ചൻ ഫലമേൽപ്പിക്കുന്നു. യേശുവിനെ സഹായിക്കണം. യേശു തന്നെ. ആമേൻ.